ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് നമ്മുടെ അലമാര ഒതുക്കാൻ പോവാണ് ഗായ്സ്. ദുബായിക്കാരായ ഭർത്താക്കന്മാര് കൊല്ലത്തിൽ ഒരിക്കൽ വരുമ്പോൾ ഇതൊരു ചടങ്ങാണ്. അവരുടെ ഡ്രസ്സ് എടുത്ത് വെക്കാൻ വേണ്ടി, ഒതുക്കി വെക്കാൻ വേണ്ടി നമ്മൾ അവർക്കൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കണം. നമ്മളെ അവിടെ നിന്ന് ഓടിപ്പിക്കുക അവര്. അപ്പൊ പിന്നെ എന്റെ ഷെൽഫും കൂടെ ഒന്ന് ഒതുക്കി വെക്കാൻ വെച്ചു. ഈ ഒരു ചടങ്ങ് രാത്രിയിലേക്ക് ഏതെന്താന്ന് വെച്ചാലേ, എന്റെ പുത്രന്റെ കൂടെ ഇങ്ങനെ സഹായിക്കാൻ നിൽക്കുമ്പോൾ എന്റെ പണി കുറച്ചും കൂടെ എളുപ്പത്തിൽ കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാണുമ്പോൾ എന്തൊരു എളുപ്പമല്ലേ, പക്ഷെ ഇത്തിരി പണിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം തുണികൾക്കെല്ലാം ഓരോരോ സെക്ഷനാക്കി ഞാൻ മാറ്റി വെക്കാട്ടോ. ചുരിദാർ, പിന്നെ ഷോർട്ട് ടോപ്പ്, പിന്നെ പാൻറ്, പിന്നെ പുറത്തേക്ക് കയറുന്നത്, പിന്നെ അകത്ത് കയറുന്നത്, അങ്ങനെ എല്ലാം ഒരു സെക്ഷൻ ആക്കിയിട്ട് അങ്ങോട്ട് കയറ്റി വെക്കുകയാണ്. അപ്പോൾ നീരവ് ഇടയിൽ പറയുന്നുണ്ട് അവൻ്റെ ഡ്രസ്സൊക്കെ എവിടെയാണ്. അവൻ്റെ ഡ്രസ്സ് നേരെ അപ്പുറത്തൊരു ഷെൽഫിൽ കൊണ്ട് ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ ഉള്ളിൽ വെക്കാത്തത്, ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം വേണ്ടേ കുട്ടാ. കാണാൻ കൊള്ളാവുന്ന ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഭംഗിയിൽ ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ മേമയുടെ നിന്ന് പിടിച്ചതാട്ടോ. മേമയുടെ അലമാര തുറന്നു കഴിഞ്ഞാൽ അടിപൊളി അങ്ങനെ ഗൈസ്. സെറ്റ് സാരി, കോട്ടൺ സാരി, കളർ സാരി, പട്ട് സാരി, ബ്ലൗസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു കളർഫുൾ അലമാരയാണ് കേട്ടോ എൻ്റെ മേമയുടെ. പിന്നെ മെനക്കെട്ട പണികളൊന്നും ഇല്ലാത്തോട്ട് ഓൺലി ചുരിദാർ കേട്ടോ. പിന്നെ തുണികൾ എടുക്കണതിൻ്റെ ഇടയിൽ കാണാണ്ടായ പല പേപ്പറുകളും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുട്ടോ. അങ്ങനെ കിട്ടിയതാണ് എൻ്റെ മൊബൈൽ ഫോൺ മേടിച്ചതിൻ്റെ ബില്ല്. അപ്പോൾ അതൊക്കെ നോക്കി ഒരു സൈഡിലേക്ക് മാറ്റി. അടുത്ത സനേഷൻ്റെ ഡ്രസ്സാണ്, അതൊന്ന് വിസ്തരിച്ച് വെക്കാമെന്ന് തന്നെ വിചാരിച്ചു. കാരണം ചേട്ടൻ വരുമ്പോൾ കുറച്ചുകൂടെ ഡ്രസ്സ് കൊണ്ടുവരും. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റുന്ന തുണികളൊക്കെ മുകളിലാണ് കേട്ടോ കയറ്റി വെച്ചേക്കണത്. എന്താന്ന് വെച്ചാൽ സനേഷൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, എനിക്ക് എത്തണ പോലെ താഴെ വെച്ചേക്കുന്നു. അവസാനം നമ്മുടെ നീരപ്പൻ്റെ പാൻറ്റും ട്രൗസർ അങ്ങനെ പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ കൂടി ഒരു സെക്ഷനിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബെഡ്ഷീറ്റ്, ടർക്കി, ബ്ലാങ്കറ്റ്, തലോണ കവട, അങ്ങനെ എല്ലാം കൂടെ ഒരു സെക്ഷനാക്കി ഏറ്റവും അടിക്ക് കൊണ്ടുപോകാനാണ്. അതിൻ്റെ ഇടയിൽ കീറി പൊളിച്ച സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അത് ആവശ്യമില്ല, കീറിയ തുണികളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. എല്ലാം കൂടെ വേർതിരിച്ച് വെക്കുമ്പോഴാണ് കേട്ടോ നീരവ് ഓരോ ബില്ലുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതെന്താ, അതെന്താ, അങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ എൻ്റെ തുണികളിലേക്ക് കടന്നത്. ബ്ലാങ്കറ്റാണ് കേട്ടോ, ഇത്തിരി തടിയപ്പൻ, അതുകൊണ്ട് അതിനിരിക്കാൻ കുറച്ച് കൂടുതൽ സ്ഥലം വേണം. ബാക്കി എല്ലാത്തിനും ഞാൻ ഒരു മുക്കിലേക്ക് മാറ്റി. നമ്മുടെ കർച്ചീഫിനെ കയ്യെത്തണ ദൂരത്തേക്ക് വെക്കണം കേട്ടോ. കാരണം നീരവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്കിങ്ങനെ കയ്യെത്തണ പോലെ കിട്ടും. നമ്മുടെ ഗോഡൗണിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ പെർഫ്യൂംസ്, പൗഡർ, ക്രീം, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പുറത്തേക്ക് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യണതും പിന്നെ അത്യാവശ്യം പുറത്തേക്കൊക്കെ അടിക്കാൻ പറ്റണ കുറച്ച് ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള സ്മെല്ലുള്ളതൊക്കെ കൂടെ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ റോസ് അതെൻ്റെ ഫേവറേറ്റ് ആണ്. അത് രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് തീരാടായിപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ മാറ്റി വെച്ചതാണ്. അങ്ങനെ എല്ലാത്തിനും അതാത് സ്ഥലത്ത് ഒതുക്കി വെക്കുമ്പോൾ നീരവൻ്റെ ഒരു ടീഷർട്ടിൻ്റെ കൈ ഇങ്ങനെ താഴത്തേക്ക് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഉള്ളിലേക്ക് തള്ളി വിട്ടിട്ട് പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഒതുക്കി വെച്ചേ. അപ്പോൾ ഈ കപ്പിലുള്ള എൻ്റെ ഐക്കോണിക് കാജൽ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ മാറ്റി അങ്ങനെ ഇതും കൂടെ എല്ലാം അങ്ങനെ എല്ലാവർക്കും ഓരോ സ്പേസുകൾ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പണികളെല്ലാം ഒതുക്കി കൂട്ടിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.